ഹായ് മൈ ബിംബിലിക്ക് ബിലാപ്പീസ്, വെൽക്കം ടു കാൻഡിൽമാൻ റിവ്യൂസ്. അങ്ങനെ വരവ് കണ്ടു ഗൈസ്. അതെ, എ കെ സാജൻ്റെ തിരക്കഥയിൽ നമ്മുടെ എല്ലാം വെറ്ററൻ ഡയറക്ടർ ഷാജി കൈലാസ് ജോജു ജോർജിനെ നായകനാക്കി സംവിധാനം ചെയ്ത വരവ്. സത്യം പറയാലോ, ഒരു ഒടുക്കത്തെ വരവായിപ്പോയി. ഇതൊരു 10-30 വർഷം മുന്നേ വല്ല നമ്മുടെ ലാലേട്ടനെയോ അല്ലെങ്കിൽ മമ്മൂക്കനൊക്കെ വെച്ച് ഒരു വരവ് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ കയറി കൊളുത്തിയേനെ. പക്ഷേ ഇത് വല്ലാണ്ട് ലേറ്റായി പോയി. വല്ലാണ്ടെന്ന് പറഞ്ഞാൽ ഒരു 10-26-30 വർഷം അത്രേ ഉള്ളൂ. എന്നാലും അതൊരു ഒടുക്കത്തെ ലേറ്റല്ലേ. ഔട്ട്ഡേറ്റഡ്. അത് മേക്കിംഗ് ആയാലും ശരി, സ്ക്രിപ്റ്റ് വൈസ് ആയാലും ശരി. ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു പോകും. ഒരു പുരാതനവൽക്കരിക്കപ്പെട്ട മേക്കിംഗ് ആൻഡ് സ്ക്രിപ്റ്റ്, അങ്ങനെ വേണം പറയാനായിട്ട്. പുതുതായിട്ട് ഒന്നുമില്ല, ഒട്ടും അപ്ഡേറ്റഡ് ആവാത്ത രീതിയിലുള്ള മേക്കിംഗ്. ഷാജി കൈലാസിൻ്റെ ഒക്കെ ടിപ്പിക്കലായിട്ടുള്ള സെയിം ഷോട്ട്, സെയിം മേക്കിംഗ്, എല്ലാം അതുപോലെ തന്നെ. സ്ക്രിപ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടക്കം തൊട്ട് അവസാനം വരെ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് ഊഹിക്കാം. അപ്പോൾ നമുക്ക് എന്തൊരു ചെയ്യാം, മിണ്ടാണ്ടിരുന്ന് കാണാം, കഴിഞ്ഞിട്ട് മിണ്ടാണ്ട് ഇറങ്ങിപ്പോരാ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഒരു തരത്തിലും എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ ഒരു പടത്തിന്. ജോജു ജോർജിന് ഇതിൽ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ആളുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ അടിപൊളി തന്നെയാണ്. ആൾ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗാംഭീര്യം നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഇടിയൊക്കെ പറഞ്ഞാൽ ക്വിൻ്റലിടി ആളിടിച്ച് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ, നമുക്ക് കിട്ടണ പോലെ തോന്നും ഇടിയൊക്കെ. അതുകൊണ്ട് ആളതിൽ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ മേക്കിംഗ് വൈസ് ആൻഡ് സ്ക്രിപ്റ്റ് വൈസ് വളരെ മോശമായിരുന്നു. ഇപ്പോൾ ടെക്നിക്കൽ സൈഡ് നോക്കിയാലും ശരി, അത്രയ്ക്ക് ഒരു എന്താ പറയുക, കയ്യടി നേടാവുന്ന ഒരു പ്രകടനം ഞാൻ ആരും കണ്ടില്ല. അതുപോലെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിലായാലും ശരി, എന്തിനാണ് ഇത് ഒരു കല്യാണത്തിന് നമ്മൾ അവസരം വായിക്കില്ലേ, അതിൻ്റെ ബീറ്റൊന്ന് മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ ബി ജി എം ആവുമോ? അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുക. ഒരുമാതിരി ബി ജി എം ആയി പോയി. ഒരു തരത്തിലും സാറ്റിസ്ഫൈ ആയില്ല ഈ ഒരു പടം കണ്ടിട്ട്. അതുപോലെ തന്നെ കുറേ താരനിരകളുണ്ട് ഈ പടത്തിൽ. അർജുൻ അശോകനുണ്ട്, സാനിയപ്പനുണ്ട്, മുരളി ഗോപിയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അങ്ങനെ പെർഫോമൻസ് ചെയ്ത് കിടുക്കനാക്കാനായിട്ട് അങ്ങനെ ആർക്കും ഇല്ല. മുരളി ഗോപിയൊക്കെ ടിപ്പിക്കലായിട്ട് ചെയ്യാറുള്ള വില്ലൻ റോൾ തന്നെ. അർജുൻ അശോകനൊക്കെ ആകെ 2-3 സീനിലാണ് ആകെ ഉള്ളത്. അതും അങ്ങനത്തെയും പെർഫോമൻസ് ചെയ്യാനുള്ള സംഭവമൊന്നുമില്ല. എല്ലാവരും ഉണ്ട്, വാണി വിശ്വനാഥ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഉണ്ട് എന്ന് മാത്രം, അത്രേ ഉള്ളൂ. പിന്നെയും എനിക്കൊരു സന്തോഷം തോന്നിയത് നമ്മുടെ ബാബുരാജിൻ്റെ ക്യാരക്ടറാണ്. ആളെ കുറേ നാളായി ഇങ്ങനത്തെ ഒരു പക്ക ഒരു വില്ലനിസമുള്ളൊരു റോൾ കണ്ടിട്ട്. അതെനിക്കിഷ്ടമായി. ആളുടെ ആ പെർഫോമൻസും കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു. അതർവൈസ് അങ്ങനെ വേറൊരു ആളെയും അങ്ങനെ ഒരു പ്രത്യേകിച്ചായി ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ജോർജിൻ്റെ ആ സ്ക്രീൻ പ്രസൻസും അതുപോലെ ആ കിൻഡലിടിക്ക് കൊള്ളാം. ആൾക്ക് ഡയലോഗും വളരെ കുറവാണ്. ആ കുറച്ച് മൂളലും 1-2 വേർഡ് പറയലും അങ്ങനെ മാത്രമേ ഉള്ളൂ. ഡയലോഗ്സും വളരെ കുറവാണ് ആൾക്ക്. അപ്പോൾ ഇതൊരു 90കളിൽ അല്ലെങ്കിൽ 2000ൻ്റെ ഒരു തുടക്കത്തിലൊക്കെ ഇറങ്ങായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇത് ആളുകൾ എങ്ങനെ സ്വീകരിക്കുമെന്നുള്ളത് എനിക്കറിയില്ല. എന്തൊക്കെ വന്നാലും എനിക്ക് പടം പേഴ്സണലായിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു വരവ് കുറച്ച് കാലം മുന്നേ വരേണ്ടതായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ഈ റിലീസ് ഡേറ്റ് മാറ്റി വയ്ക്കുന്ന പടങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു 10 എണ്ണത്തിൽ 9 എണ്ണം അട്ടപ്പടലം മൂഞ്ചിയിരിക്കും. എൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങനെയാണ്. വളരെ റെയറായിട്ട് മാത്രമാണ് ഇങ്ങനെ കുറച്ച് പടങ്ങൾ രക്ഷപ്പെട്ടു പോയിട്ടുള്ളൂ ഈ റിലീസ് തീയതി മാറ്റിയിട്ട്. അതിലേക്ക് ഇപ്പോൾ ഒരു പടം കൂടിയായി വരവ്. ഇതിൻ്റെ ഒന്നും റിലീസ് മുന്നൊക്കെ ആവേണ്ടതായിരുന്നു. പക്ഷെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി. അതുപോലെ തന്നെ പടവും അതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെറുതെ പോയിരുന്ന് ചുമ്മാ ഷാജി കൈലാസിൻ്റെ സ്ഥിരം പാറ്റേണിലുള്ളൊരു പടം ചുമ്മാ കണ്ടിരുന്ന് പോരാം, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും എനിക്ക് ഫീൽ ചെയ്യില്ല. ഒരു ബിലോ ആവറേജ് 1 ടൈം വാച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾ ഈ പടം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ പറയാം. എല്ലാവരും പോയി കാണണം പടം. ഇതിപ്പോൾ എൻ്റെ മാത്രം അഭിപ്രായമാണ്. എല്ലാവരുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം പോലെ ആയിരിക്കില്ല. ചിലർക്ക് ഇഷ്ടാവും. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പടം പോയി കാണാം, അഭിപ്രായങ്ങൾ പറയാം. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഇനിയും വേണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങളാണ് എൻ്റെ ശക്തി. അപ്പോൾ ഷാജണ്ണനോടും സാജനോടൊരു കാര്യം, 90കളിൽ നിന്ന് എത്രയും പെട്ടെന്നൊരു വണ്ടി വിളിച്ച് വീണ്ടും വരിക. ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല. ഇപ്പോൾ വന്നാലും നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള കാര്യം വളരെ ശോകമായിരിക്കും.
അപ്പോൾ ഇനി അടുത്ത റിവ്യൂമായിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് കാൻഡിൽമാൻ റിവ്യൂസ്. ബൈ ബൈ.